ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി തെന്നെല്ലിക്കയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് തെന്നെല്ലിക്ക വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ 1/2 കിലോ നെല്ലിക്കയ്ക്ക് ഒരു 1/4 കിലോ പനങ്കൽക്കണ്ട ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ പനങ്കൽക്കണ്ട നമുക്കൊന്ന് പാനിയാക്കാനായിട്ട് വെക്കാം. അതിനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. ആ സമയത്ത് തന്നെ നമുക്ക് നെല്ലിക്ക ഒന്ന് കഴുകി വൃത്തിയാക്കി ഫോർക്കൊക്കെ വെച്ചൊന്ന് കുത്തി കൊടുത്ത് ആവി കയറാനായിട്ട് വെക്കാം കേട്ടോ. ആവി കയറ്റി വേണം നെല്ലിക്ക വേവിച്ചെടുക്കാൻ. അത് വെന്ത് വരുമ്പോഴത്തേനും ഇതേ പനങ്കൽക്കണ്ടമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അതൊന്ന് അരിച്ചെടുത്തിട്ട് വീണ്ടും ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള നെല്ലിക്ക അതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ നെല്ലിക്ക എടുക്കുമ്പോൾ നമുക്ക് കയ്പ്പ് കുറഞ്ഞ വലിയ നെല്ലിക്ക നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണേ. എങ്കിലാണ് കേട്ടോ ഇത് തേൻ നെല്ലിക്ക ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ശേഷം നമുക്കിത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ചെറു തീയിൽ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ. ഒരു അരമണിക്കൂറും ഒരു 5 മിനിറ്റോടെയും കൂടിയിട്ട് ഏകദേശം ഒരു 35 മിനിറ്റും കൊണ്ട് എൻ്റെ തേൻ നെല്ലിക്ക സെറ്റായി വന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഒരേ ഘട്ടം കഴിയും തോറും അതിൻ്റെ കളറ് മാറി നെല്ലിക്ക നന്നായിട്ട് ചുക്കി വരണത് കാണാൻ പറ്റൂ കേട്ടോ. കണ്ടോ, ഓരോ മിനിറ്റ് കഴിയും തോറും നല്ല സെറ്റായി ലാസ്റ്റ് തെന്നെല്ലിക്ക സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ പെരുത്തൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് കുപ്പിയിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തെന്നെല്ലിക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. ബായ്.